ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പോയിൻ്റർ വെച്ചിട്ട് എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം നോർമലി രണ്ട് നമ്പേഴ്സിന് കിട്ടിയാൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. സോ സെയിം പ്രോഗ്രാം തന്നെ പോയിൻ്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പോയിൻ്റേഴ്സ് വെച്ചിട്ടും ചെയ്യാം. സോ അതിൽ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക്, ഇപ്പം ഞാൻ ചെയ്യുന്നത് അഡീഷനാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലസ് ഓപ്പറേഷനും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് അതിൻ്റെ ടെക്നിക്ക് എന്നുള്ളത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. സോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമുക്ക് രണ്ട് വാല്യൂസ് വേണം. ഓക്കെ, സോ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കത് പ്രോഗ്രാമിൽ നിന്നും യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം, അല്ല എങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ കൂടെ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ പ്രോഗ്രാമിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സോ ഇൻറ്റ് എ ഈക്വൽ ടു 2, വീണ്ടും നമ്മൾ പറയാണ് ഇൻറ്റ് എ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഡിക്ലെയറും ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഇനീഷ്യലൈസേഷനും നമ്മൾ നടത്തുകയാണ്. ഇൻറ്റ് എ ഈക്വൽ ടു 2. സോ വീണ്ടും നമ്മൾ പറഞ്ഞു വരുന്ന സെയിം കാര്യമാണ്. ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ ഇൻറ്റ് എ ദെൻ എ ഇസ് ഈക്വൽ ടു 2 ഇങ്ങനെ എഴുതുന്നത് ബോത്ത് ആർ സെയിം. ഓക്കെ, ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 2 എന്ന് നമ്മൾ എഴുതിയാലും, അല്ല ഇൻറ്റ് എ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം സ്പെഷ്യലായിട്ട് ഞാൻ ഇനീഷ്യലൈസേഷൻ കൊടുത്താലും ബോത്ത് ആർ സെയിം. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഇൻറ്റ് എ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റീജർ ആണ് ഡേറ്റ. ഓക്കെ, സോ എന്ത് പറ്റും, 2 bytes ഓഫ് സ്പേസ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ എവിടെയാണോ ഫ്രീ സ്പേസ് ഉള്ളത് അവിടെ അങ്ങ് അലോട്ട് ചെയ്യും. സോ ഇപ്പോൾ നോക്കുക, എനിക്കിവിടെ ഒരു 2 bytes ഫ്രീ ആയിട്ടുണ്ട്. ഇവിടെ ഈ സ്പേസിന് ഞാൻ എ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. അതിനുശേഷം എ ഇസ് ഈക്വൽ ടു 2 ആയതുകൊണ്ട് ആ സ്പേസിലേക്ക് ഞാൻ 2 എന്നുള്ള വാല്യൂവിനെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ ബി ഇസ് ഈക്വൽ ടു 3, ഇൻറ്റീജർ ആണ് ബി എന്ന് പറയുന്നത്. സോ എവിടെയാണോ ഫ്രീ സ്പേസ് കിടക്കുന്നത് 2 bytes, ആ സ്പേസിനെ എടുത്തിട്ട് ആ സ്പേസിന് ബി എന്ന് പറഞ്ഞ് പേരും കൊടുത്ത് അതിനകത്തേക്ക് 3 എന്നുള്ള വാല്യൂവിനെ സെറ്റ് ചെയ്ത് അങ്ങ് വയ്ക്കും. അതിനുശേഷം ഇൻറ്റ് എസ് ഈക്വൽ ടു 0, ഇൻറ്റീജർ ആണ്. സോ വീണ്ടും 2 byte മെമ്മറി എവിടെയാണ് ഫ്രീ ഉള്ളതെന്ന് നോക്കും. ഇവിടെ ഉണ്ടെങ്കിൽ ഈ സ്പേസിന് എസ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ട് ആ പൊസിഷനെ 0 എന്നുള്ള വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇൻറ്റ് സ്റ്റാർ P1 ഇൻറ്റ് സ്റ്റാർ P2. അപ്പം നമുക്കറിയാം ഇൻറ്റ് സ്റ്റാർ P1 സ്റ്റാർ P2 എന്ന് പറഞ്ഞാൽ ഇത് പോയിൻ്റർ വേരിയബിളാണ്. പോയിൻ്റർ വേരിയബിളാണ്, പക്ഷേ എന്താണ് അതിൻ്റെ ഡേറ്റ ടൈപ്പും ഇൻറ്റീജർ തന്നെയാണ്. സോ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന് എവിടെയാണോ 2 bytes ഫ്രീ കിടക്കുന്നത് അവിടെ പോയിട്ട് ആ പോയിൻ്റർ വേരിയബിളിനെ അങ്ങ് സ്റ്റോർ ചെയ്യും. ഇപ്പം എനിക്കിവിടെ ഫ്രീ ആയിട്ടുണ്ട്. സോ ഞാനിവിടെ P1 എന്നുള്ള പോയിൻ്ററിനെ വെക്കുന്നു, ഇവിടെ ഞാൻ P2 എന്ന് പറയുന്ന പോയിൻ്ററിനെ കൂടെ വെക്കുന്നു. ഈ ഒരു ഡിക്ലറേഷനിൽ കൂടെ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇതൊന്ന് റബ്ബ് ചെയ്യാണ്. ഇവിടെ P1 ഇസ് ഈക്വൽ ടു %A എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോയിൻ്റർ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് 2 ഓപ്പറൻസ് ആണ്, ഒന്ന് ആംപേഴ്സൻറ്റ് ആണ്, ഒന്ന് സ്റ്റാർ ആണ്. ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് എന്തിനാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന്. ഇത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല, എനിക്ക് സമയം പോകാൻ വേണ്ടിയല്ല. ഇത് എത്ര പറഞ്ഞാലും ഇത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കും.
ഓക്കെ. സോ പലവട്ടം ഇപ്പം ഞാൻ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു പക്ഷേ അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അല്ലാതെ ഒരു ബോറടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ടൊന്നും അല്ല. ഓക്കെ. സോ ആംപേഴ്സൻഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സിനെ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ സ്റ്റാർ ആണെങ്കിൽ വാല്യൂവിനെ ആയിരിക്കും കിട്ടുന്നത്. അതവിടെ കിടന്നോട്ടെ. P1 is equal to ampersand A എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? എയുടെ അഡ്രസ്സ് എന്താണ് അത് P1ലേക്ക് അസൈൻ ചെയ്യും എന്ന് പറഞ്ഞാൽ P1 is equal to ampersand A. A എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്താണ് എന്ന് നോക്കും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ 1006 എന്നുള്ളതാണ് അതിൻ്റെ ബേസ് അഡ്രസ്സ്. ഓക്കെ. സോ 1006 എന്നുള്ള അഡ്രസ്സിനെ എടുത്ത് വയ്ക്കും. അതിനുശേഷം P2 is equal to ampersand B എന്ന് പറഞ്ഞാൽ ബിയുടെ അഡ്രസ്സ് എന്താണ് എന്ന് നോക്കും. ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ്. സോ എന്ത് സംഭവിക്കും? P2 is equal to 1000 എന്നുള്ള അഡ്രസ്സിനെ സിസ്റ്റത്തിന് കിട്ടും. ഓക്കെ. സോ ഈ ആംപേഴ്സൻഡിൻ്റെ യൂസേജ് തൊട്ട് മുന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കും. ഇനിയാണ് നമ്മൾ ഓപ്പറേറ്റ്, ദാറ്റ് ഈസ് പോയിന്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഓപ്പറേറ്ററിനെ പറയുന്നത്, ദാറ്റ് ഈസ് സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്ററിനെ പറയാൻ പോകുന്നത്. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എസ് ഇസ് ഈക്വൽ ടു സ്റ്റാർ P1 പ്ലസ് സ്റ്റാർ P2. എന്താണ് സ്റ്റാർ P1 എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്റ്റാർ P1 എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. P1ൽ ഇപ്പോൾ ഇരിക്കുന്ന അഡ്രസ്സ് ഏതാണെന്ന് നോക്കും. P1ൽ ഇപ്പോൾ ഇരിക്കുന്ന അഡ്രസ്സ് 1006 ആണ്. ഓക്കെ. ഉടനെ 1006ൽ ചെന്ന് നോക്കും എന്ത് വാല്യൂ ആണ് അവിടെ ഇരിക്കുന്നത് എന്ന് നോക്കും. എന്ത് വാല്യൂ ആണ് അവിടെ ഇരിക്കുന്നത് എന്ന് നോക്കും. ഓക്കെ. സോ ഇവിടെ 1006 എന്നുള്ള പൊസിഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. സോ സിസ്റ്റത്തിലേക്ക് 2 എന്നുള്ള വാല്യൂ കിട്ടും. ക്ലിയർ? അതായത് സ്റ്റാർ P1 എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. നോക്കുന്നത് എന്തായിരിക്കും? P1 എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പോൾ എന്താണ് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P1ൽ ഇരിക്കുന്നത് 1006 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ. സ്റ്റാർ P1 എന്ന് കണ്ടാൽ സിസ്റ്റം ചെയ്യുന്നത് ആ പറയുന്ന അഡ്രസ്സിൽ ഇരിക്കുന്ന വാല്യൂവിനെ നോക്കും. അഡ്രസ്സ് 1006 ആണ്. ഉടനെ 1006ൽ ചെന്നിട്ട് ഇതിനകത്തിരിക്കുന്ന വാല്യൂവിനെ ചെക്ക് ചെയ്യും. ആ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഞാൻ പറഞ്ഞു സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്റർ നിങ്ങൾ യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദാറ്റ് വേരിയബിൾ. ദാറ്റ് ഈസ് എയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ 2 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇനി സ്റ്റാർ P2 എന്ന് പറഞ്ഞാൽ എന്താണ്? P2ൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എന്താണ് എന്ന് നോക്കും. P2ൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ 1000 എന്നുള്ള ഒരു അഡ്രസ്സാണ്. ഓക്കെ. ഉടനെ എന്ത് ചെയ്യും? 1000 എന്നുള്ള അഡ്രസ്സിൽ വന്നിട്ട് ആ അഡ്രസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ ഏതാണ് എന്ന് ചെക്ക് ചെയ്യും. അതായത് P2ൽ ഇപ്പോൾ ഇരിക്കുന്നത് 1000 എന്നുള്ള അഡ്രസ്സാണ്. കാര്യം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ. സിസ്റ്റം എന്ത് ചെയ്യും? 1000 എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നേരെ 1000 എന്നുള്ള സ്ഥലത്ത് ചെന്നിട്ട് അതിനകത്തിരിക്കുന്ന വാല്യൂവിനെ എടുക്കും. അതിനകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ക്ലിയർ? സോ എന്തായിരിക്കും സംഭവിക്കുന്നത്? എസ് ഇസ് ഈക്വൽ ടു സ്റ്റാർ P1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ആയിരിക്കും.
പ്ലസ് സ്റ്റാർ P2. സ്റ്റാർ P2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 ആണ്. സോ 2 + 3 ആൻസർ ഇസ് 5. ഓക്കെ, നമ്മളിപ്പോൾ പോയിന്റർ വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് നോക്കുക, സം ഓഫ് പെർസെൻറ്റേജ് ഡി ആൻഡ് പെർസെൻറ്റേജ് ഡി ഈസ് പെർസെൻറ്റേജ് ഡി. സോ ആദ്യത്തെ പെർസെൻറ്റേജ് ഡിനെ 3a വന്ന് റീപ്ലേസ് ചെയ്യും, ഇത് ബി വന്ന് റീപ്ലേസ് ചെയ്യും, ഇതിൻ്റെ സം ആവും. അപ്പോൾ എന്ത് വരും? സം ഓഫ് എയുടെ വാല്യൂ 2 ആണ്. സോ സം ഓഫ് 2 and 3 ഈസ് 5. മനസ്സിലായോ? ഈ രീതിയിലാണ് ഇത് എക്സിക്യൂട്ട് ആവുന്നത്. ഇത് സിമ്പിളായിട്ട് പോയിന്റർ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയില്ല, ഒന്നും കൂടെ പറയണോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ട് ഇല്ല, ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്നോട് പേഴ്സണലി ചോദിക്കുക, വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്ത് തരാം. മനസ്സിലാക്കാതെ പോവരുത്. കാര്യം വീണ്ടും വീണ്ടും ഇത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, എനിക്കെന്നല്ല, സമയമില്ല പോർഷൻസ് തീർക്കാൻ. എന്നിട്ടും ഞാൻ എന്തിനാണ് ഈ പോർഷൻ വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയാൽ നിങ്ങൾക്കതൊരു നഷ്ടമാണ്. ഒരിക്കലും നിങ്ങളങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട ആൾക്കാരല്ല. മനസ്സിലാവാതെ പോയി ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. സമയമില്ല എന്നെനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, എങ്കിൽ പോലും ഇങ്ങനെ തന്നെ പഠിപ്പിച്ചു പോകുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇതിപ്പോൾ പോയിന്റർ അരിത്തമെറ്റിക് എന്നുള്ള രീതിയിൽ അഡീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇതിവിടെ മൈനസ് ആകും. സ്റ്റാർ ഡിവിഷൻ ആണെങ്കിൽ സ്ലാഷ് സിമ്പിൾ കൊടുക്കുക. മോഡുലസ് ഓപ്പറേഷൻ ആണെങ്കിൽ മോഡുലസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സെയിം പ്രോഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അഡീഷൻ ചെയ്തു, അതുപോലെ ഡിഫറൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വേരിയബിളിനെ വെക്കുന്നു, അതുപോലെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിളിനെ വെക്കുന്നു, മോഡുലസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിളിനെ സെറ്റ് ചെയ്യുന്നു, അതുപോലെ ഡിവിഷന് വേണ്ടി ഒരു വേരിയബിളിനെ സെറ്റ് ചെയ്യുന്നു. ഈക്വലായിട്ട് എഴുതുക. ഡിഫറൻസ് ആണെങ്കിൽ D is equal to സ്റ്റാർ P1 മൈനസ് സ്റ്റാർ P2. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ MUL is equal to സ്റ്റാർ P1 ഇൻറ്റു സ്റ്റാർ P2. അതുപോലെ മോഡുലസ് ഓപ്പറേഷൻ ആണെങ്കിൽ MOD, ജസ്റ്റ് ഞാനൊരു വേരിയബിളിന് പേര് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ജസ്റ്റ് ഞാൻ കൊടുക്കുന്നു സ്റ്റാർ P1 മോഡുലസ് ഓപ്പറേഷൻ സ്റ്റാർ P2. അതുപോലെ ഡിവിഷൻ ആണെങ്കിൽ div is equal to സ്റ്റാർ P1 ഡിവൈഡഡ് ബൈ സ്റ്റാർ P2. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പ്രിൻ്റർ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് സമ്മ്, ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഇസ് പ്രോഡക്റ്റ്, ദെൻ മോഡുലസ് ഓപ്പറേഷൻ്റെ റിസൾട്ട്, അതുപോലെ ഡിവിഷൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യിക്കുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ എഴുതേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ലോജിക്കും വേ ഓഫ് എക്സിക്യൂഷനും. ഓക്കെ, സോ ഇവിടെ നിങ്ങളൊരു പ്രിൻ്റർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് നിങ്ങളവിടെ കൊടുക്കുക. അതിനുശേഷം get ch വെച്ച് നിങ്ങൾ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുക. ഓക്കെ.